UK സമ്മർ ആയി കഴിഞ്ഞാൽ വൺ ഓഫ് ദ മെയിൻ ആക്ടിവിറ്റിയാണ് പിക്ക് യുവർ ഓൺ ഫ്രൂട്ട്സ് ഓർ ഫ്രൂട്ട് പിക്കിംഗ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കെമാസ് ഹാൾ ഫാമിലോട്ടാണ്, വിച്ച് ഇസ് എ ഫാമിലി റണ്ണിങ് ഫാം ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ഓഫ് എസെക്സ് കൺട്രി സൈഡ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഫ്രൂട്ട് പിക്കിങ്ങിനാണ് വരുന്നതെങ്കിൽ യു ഹാവ് ടു ബുക്ക് എ സ്ലോട്ട്. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ബാസ്ക്കറ്റ്സ് കളക്ട് ചെയ്യാം. ഫ്രൂട്ട് പിക്കിങ്ങിന് എൻട്രി ഫീസ് ജസ്റ്റ് £2 ആണ്. ബുക്കിംഗ് ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. സോ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് നല്ലതാണ് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് അവൈലബിൾ എന്നുള്ളത്. കാരണം സീസൺ അനുസരിച്ച് ഇവിടുത്തെ ഫ്രൂട്ട്സ് ചേഞ്ചിങ് ആവും. എല്ലാം വീട്ടിൽ കൊണ്ടുപോകണം. ഒരു ട്രീ പോലുള്ള ബാക്കിയൊക്കെ മണ്ണടിയിൽ പൂണ്ട് ചേർക്കണമെന്നാണ് അയാൾ പറഞ്ഞത്. സ്ട്രോബെറീസ് അവിടെ ഉണ്ടാവണം മാക്സിമം പറയും. ഞങ്ങൾ പോയ ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെയായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി അന്ന് കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ചെളിയൊക്കെ പിടിച്ച് ഇച്ചിരി അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫാമിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് ലാവിഷായിട്ട് എല്ലാം പറിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ ഇവിടെ സ്ട്രോബെറീസ് ആണ് കേട്ടോ ഫുള്ള്. ഈ ഏരിയയിൽ സ്ട്രോബെറീസ് മൊത്തം തീർന്നു. എല്ലാം വന്ന് തൂത്ത് വാരിക്കൊണ്ട് പോയേക്കണയാണ്, കണ്ടോ, ഫുള്ള് നശിപ്പിച്ചിട്ടേക്കണയാണ്. ഞാനും ലിനും ആദ്യമായിട്ട് എങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഓടി നടന്നൊക്കെയാണ് പറിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് അവർ പറയുന്നത് അങ്ങനെ തോന്നിയതുപോലെ പറിക്കാനൊന്നും പറ്റത്തില്ല, പഴുത്തത് മാത്രം റൈപ്പനായത് മാത്രമേ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഈ ഒരു റെഡ് കളർ ആവാത്തത് അല്ലെങ്കിൽ ഗ്രീൻ കളർ ആയിട്ടുള്ളതൊന്നും നമുക്ക് പറിക്കാൻ പറ്റില്ല എന്നുള്ളത്. ടേസ്റ്റ് വൈസ് ഒന്നും പറയാനുണ്ടായില്ല, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു കേട്ടോ സ്ട്രോബെറീസ്. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ മഴ ആയതുകൊണ്ട് മഴ ഞങ്ങൾ നല്ലോണം ചതിച്ചു. നടക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല, നല്ല സ്ലിപ്പറി ആയിരുന്നു. നല്ല വലിയ സ്ട്രോബെറീസും ആണ്, നല്ല സ്വീറ്റും ആയിരുന്നു കേട്ടോ. ഇങ്ങനെ വേർതിരിച്ച് വെച്ചേക്കുന്നത് ഓരോ സീസണിലത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുണ്ട് ജൂൺ ജൂലൈ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഓരോ സീസണിലാകുന്നതാണ്. ഈ ഒരു സൈഡിൽ സ്ട്രോബെറീസ് ഒന്നും ആയിട്ടില്ലായിരുന്നു, നല്ല ഗ്രീൻ കളർ ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടേ ഉള്ളൂ. ഇതെല്ലാം പച്ചയാണ് കേട്ടോ. ഇവിടെ നമുക്ക് പറിക്കാനുള്ള പെർമിഷൻ ഇല്ല. പഴുത്ത സ്ട്രോബെറി അത് പച്ചയാണത്. നമുക്ക് ഒത്തിരി പച്ചയാണെങ്കിൽ പറിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് പറിക്കാം. റെഡ് ചെറിയൊരു പുളിയുണ്ട്. എന്താ അത്? മീഡിയം സൈസാണ്, വലുതൊന്നും ഇല്ല. വലുതൊന്നും ആയിട്ടില്ല, നല്ല പച്ച ആയതില്ല. പറിച്ചിട്ടില്ല, നടക്കണം. മൊത്തം സ്ട്രോബെറീസായി. ഇനി അടുത്ത 2 ബെറീസും കൂടി പറിക്കാനുണ്ട്. മിക്കവാറും 2-3 ബസ്ക്കറ്റ് കൂടി എടുക്കേണ്ടി വരും. ലാസ്റ്റ് അറിയാം എത്ര രൂപ എടുക്കേണ്ടി വരുമെന്ന്. അവിടെ നോക്കി നോക്കും. നീ കാണുന്ന മൊത്തം ഞങ്ങളുടെ സ്ട്രോബെറിയുടെ അതെ അതെ അടുത്ത് പറിക്കാൻ പോണേ. ഇതിനകത്തുള്ളത് ലേറ്റ് മെയ് ടു സെപ്റ്റംബറിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഒട്ടും ആയിട്ടുണ്ടായില്ല, ജസ്റ്റ് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു സെറ്റ്. കഴിച്ചോ? ഭയങ്കര പുളി. പുറത്തേക്കണേ ഞാൻ ടേസ്റ്റ് കൊടുത്തേ.
പനിപുളി. സെപ്റ്റംബറിൽ മെയ് ടു സെപ്റ്റംബർ സമയത്താകണം. സത്യം പറഞ്ഞ ഇത് പറിക്കാൻ പാടില്ല, അതിന്റെ പൂടെ പറിക്കാൻ പാടില്ല. ഞങ്ങൾ അറിയാതെ പറിച്ചു പോയതാണ്. വലിയ സ്ട്രോബെറി പക്ഷെ ലേറ്റ് ജൂൺ മെയ് ടു സെപ്റ്റംബർ ആയതുകൊണ്ട് അത്ര വിളഞ്ഞിട്ടില്ല. കാണുമ്പോൾ നല്ല കളറും ഭയങ്കര ജൈജാന്റിക് സൈസൊക്കെ ആയിരിക്കും, ടേസ്റ്റ് ഇല്ല. തിന്നുന്നുണ്ടല്ലോ, പൈസ കൊടുത്തതല്ലേ, ഞാൻ മുടിപ്പിക്കും, മുതലാക്കിയിട്ടേ പോകും. കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും തിന്ന് തീർത്തിട്ടേ പോകും. ലാസ്റ്റ് വരെ വയറിളക്കാൻ വരോടാ. ഇപ്പൊ തന്നെ പറഞ്ഞ എന്താ പോലെ ഉണ്ട് കുറെ കഴിച്ചിട്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അടുത്തത് നമ്മൾ അടുത്ത ബെറി പറിക്കാൻ പോവാം. ബ്ലൂബെറി ആന്ന് തോന്നുന്നു പറിക്കാൻ പറ്റാത്തത്, നെൻട്രി ഇല്ലാത്തത് ലോക്ക് ചെയ്തിട്ട് കണ്ട പറിക്കാൻ പറ്റാത്തതുണ്ടായി. ഓഗസ്റ്റ് ഇതേ ജൂലൈ ഓഗസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കണ്ട. ഇതിൽ ഓഗസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അപ്പുറത്തേൽ ജൂലൈ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈയും ഓഗസ്റ്റ് സമയത്ത് മാത്രമേ ഇത് പറിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ജൂലൈ ആണല്ലോ ശരിക്കും പറയാൻ പറിക്കേണ്ടല്ലോ, ഒരു ഓപ്പൺ ആക്കിയിട്ടില്ല. എന്നാലും എന്നറിയാൻ പാടില്ല, ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോൾ ഇത് അടുത്തയിലോട്ട് പോകുന്നത് അവിടെ ചോദിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് പിക്കിംഗ് ഇയർ എന്നും പറഞ്ഞു. ഓരോ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതെ, സ്റ്റാർട്ട് പിക്കിംഗ് ഇയർ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നടുക്കത്തേലോ എല്ലാം വലുതാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ സ്ട്രോബെറി ആണെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ റാസ്ബെറീസ്, ബ്ലൂബെറീസ് അങ്ങനെ കുറച്ച് ബെറീസും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് റാസ്ബെറീസ് ആണ്. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലെങ്കിലും വന്ന സ്ഥിതിക്ക് കുറച്ച് പറിച്ചേക്കാമെന്ന് ഓർത്ത് പറിക്കുന്നതേ ഉള്ളൂ. പുളി എന്ന് വെച്ചാൽ എന്ത് പുളിയായിരുന്നു എന്നറിയാമോ? ഈ നാട്ടിലൊക്കെ ഇഞ്ചൻ പുളിയില്ലേ, അതുപോലത്തെ പുളിയായിരുന്നു റാസ്ബെറിയിൽ. ഞാൻ പറഞ്ഞല്ലോ അതുവേ. കഴിക്കൂ. കഴിക്കണ്ട, പറിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ടാണ് രണ്ട് ടൈപ്പ്. കുഴപ്പമില്ല, ഇതത്ര സീനില്ല. മറ്റേ ഭയങ്കര ബ്ലാക്ക് കറണ്ട് അതേ കണ്ട. എന്ത് പറയാ, ചെറിയ സംഭവം, ചെറീസ് ഉണ്ട്. അതിനിടയിൽ മൊത്തം ഇങ്ങനെ കാണുന്നത്. ഇത് ബ്ലാക്ക് ബെറീസിന്റെ സെക്ഷൻ ആണ് കേട്ടോ. റാസ്ബെറീസിനെ വെച്ച് നോക്കുമ്പോൾ അത്രയും പുളി ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല പുളി ഉണ്ട് ഇതിലും. കയ്യിലൊക്കെ റെഡ് കളർ കാണിക്കൂ. ചോര കാണാല്ലെങ്കിൽ ഇതിൽ നിന്നാണ്, ചോരയല്ല ഇതിൻ്റെ. അപ്പോൾ നേരത്തെ ഇന്ത്യയിൽ നിന്ന് ചോര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ഇത്ര സാധനം മേടിച്ചതാണ്. നമ്മൾ റാസ്ബെറി അധികം എടുത്തില്ല, ബ്ലാക്ക് ബെറീസ് കുറച്ച് എടുത്തിട്ടുണ്ട്, സ്ട്രോബെറീസ് ആവശ്യത്തിൽ അധികം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്നത് വെയ് നോക്കി ആ എമൗണ്ട് നമ്മൾ കൊടുക്കും, നമുക്ക് മേടിച്ചിട്ട് പോവാം. നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ബാസ്ക്കറ്റ് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ബാസ്ക്കറ്റ് ആദ്യമേ അവിടെ വേ ചെയ്യണം, എന്നിട്ട് ബാക്കി നമ്മൾ പറിച്ച് ലാസ്റ്റ് വേ ചെയ്യും എല്ലാം കൂടി. അപ്പോൾ ഞങ്ങൾ ഒത്തിരി റേറ്റ് ആവുമെന്ന് ഓർത്തെങ്കിലും അത്രയും റേറ്റ് ഒന്നും അതിലെല്ലാം വേ ചെയ്ത് നോക്കിയപ്പോൾ 12 പൗണ്ടാണ് ആയിട്ടുണ്ടായത്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് അല്ലേന്ന് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി ആ കുഴപ്പമില്ല എന്ന്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫാമിനോട് തന്നെ ചേർന്നിട്ടുള്ള ചെറിയൊരു സ്റ്റോറാണ്. ഇവിടെ ഫാമിൽ നിന്നും തന്നെയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ല ഫ്രഷ് സ്ട്രോബെറി ജ്യൂസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ സ്ട്രോബെറിയും റാസ്ബെറിയുടെ ഒക്കെ പുഡിങ്സും കേക്ക്സും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വേഗം തന്നെ വീട്ടിൽ പോയി, കാരണം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്.
പിന്നെ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.